ഇടതുമേൽക്കൈ ഉറപ്പിച്ച സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് സമാപനം. ആവേശം അലതല്ലി 20 മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശം. ഇപ്പോൾ തിരുവനന്തപുരം LDF സ്ഥാനാർത്ഥി സി ദിവാകരന്റെ പ്രതികരണത്തിലേക്ക്. പ്രതീക്ഷയല്ല, യാഥാർത്ഥ്യമാണ് വിജയം. യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. പ്രതീക്ഷയുടെ പ്രശ്നം നല്ല വിജയമായിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, കൺവിൻസിംഗ് വിക്ടറിയാണ് ഇവിടെ വരാൻ പോകുന്നത്. ആവേശ കൊടുമുടി കയറി കൊട്ടിക്കലാശത്തിലൂടെ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് പരിസമാപ്തി. തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയ്ക്ക് ശേഷം മുന്നണികളുടെ ശക്തി പ്രകടനമാണ് കൊട്ടിക്കലാശത്തിൽ ദൃശ്യമായത്. അക്ഷരാർത്ഥത്തിൽ അനന്തപുരിയെ ആവേശത്തിരയിലാഴ്ത്തിയും അതോടൊപ്പം തന്നെ ചെങ്കടലാക്കി മാറ്റിയുമാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ കൊട്ടിക്കലാശം നടന്നത്. ഒരു മാസം നീണ്ട പ്രചരണ കോലാഹലങ്ങൾക്കൊടുവിലാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് പരിസമാപ്തിയായത്. ആവേശം നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു കൊട്ടിക്കലാശം. രാവിലെ തിരുവനന്തപുരം മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ 10,000-ലേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ദിവാകരൻ നടത്തിയ റോഡ് ഷോ അനന്തപുരിയെ ചെങ്കടലാക്കുന്നതായിരുന്നു. റോഡ് ഷോയ്ക്ക് ശേഷം എല്ലാ മുന്നണികളും 2 മണി മുതൽ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലായിരുന്നു. പ്രായഭേദമന്യേ എല്ലാവരും ആവേശ കൊടുമുടി കൊട്ടിക്കയറി. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി സി ദിവാകരൻ. പ്രതീക്ഷയല്ല, യാഥാർത്ഥ്യമാണ് വിജയം. യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. പ്രതീക്ഷയുടെ പ്രശ്നം നല്ല വിജയമായിരിക്കും. മുന്നണികളുടെ ശക്തി പ്രകടനമാണ് കൊട്ടിക്കലാശത്തിൽ ദൃശ്യമായത്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു നാൾ കൂടി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ആറ്റിങ്ങൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A സമ്പത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ പോലും നാളിത് വരെ എത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്ത വളരെ ഉള്ളിലുള്ള വനാന്തരങ്ങളിലെ ആദിവാസി ഊരുകളിലേക്ക് 4-വീൽ ഡ്രൈവ് ജീപ്പിൽ പോലും എത്താൻ കഴിയാത്തടത്ത് ചെറിയ അരുവികൾ നീന്തിക്കടന്ന് എത്തേണ്ടതായി വന്നു. അങ്ങനെ തന്നെ ഏതാണ്ട് 30ഓളം സ്ഥലങ്ങളിൽ ഇന്ത്യ എന്ന രാജ്യം ഉണ്ടായതിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പുകളിൽ ഒരു സ്ഥാനാർത്ഥിക്കും എത്താൻ കഴിഞ്ഞിട്ടില്ലാത്തിടങ്ങളിലേക്ക് അത്തരത്തിൽ ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ്. ആറ്റിങ്ങൽ നഗരത്തിൽ ആവേശത്തിരയിളക്കി കൊട്ടിക്കലാശം. ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റോഡ് ഷോയ്ക്ക് ശേഷമാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ കൊട്ടിക്കലാശം അവസാനിച്ചത്. ആയിരക്കണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഡോക്ടർ A സമ്പത്തിന്റെ വാഹന പര്യടനം ഇന്ന് രാവിലെ കാട്ടാക്കടയിൽ നിന്നാണ് ആരംഭിച്ചത്. ആവേശത്തിരയിളക്കി 10,000-ഓളം ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കാട്ടാക്കടയിൽ നിന്നും LDF റോഡ് ഷോ ആരംഭിച്ചത്. പട്ടാഭിഷേകത്തിന് മുന്നോടിയായുള്ള അശ്വമേധം പോലെ സമ്പത്ത് ആറ്റിങ്ങലിലെ എല്ലാ മണ്ഡലത്തിലും ഒരു റൗണ്ട് പര്യടനം നടത്തി. റോഡ് ഷോ ഉച്ചയ്ക്ക് 1 മണിയോടെ വർക്കലയിൽ സമാപിച്ചു. തുടർന്ന് ആറ്റിങ്ങൽ നഗരത്തിലെത്തിയ ഇടതുമുന്നണി പ്രവർത്തകർ കൊട്ടിക്കലാശം ആരംഭിച്ചു. കൊഴുപ്പ് കൂട്ടാൻ പ്രചരണ വണ്ടികളും എത്തിയതോടെ ആവേശം അണപൊട്ടി. അടൂർ പ്രകാശ് ഇന്ന് മണ്ഡലത്തിൽ റോഡ് ഷോ മാത്രമാണ് നടത്തിയത്. രാവിലെ ആറ്റിങ്ങലിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ വൈകിട്ട് കാട്ടാക്കടയിൽ സമാപിച്ചു. ശോഭാ സുരേന്ദ്രനും വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. കൊട്ടിക്കലാശത്തിനിടെ വർക്കല മൈതാനത്ത് വെച്ച് BJP CPIM പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായതെന്നൊഴിച്ചാൽ പൊതുവിൽ സമാധാനപരമായിരുന്നു കൊട്ടിക്കലാശം. ഒരു വലിയ മെച്ചപ്പെട്ട ഒരു ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിശ്വാസം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഈ റോഡ് ഷോയിൽ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് ഒപ്പം സ്ഥാനാർത്ഥിയുടെ വാഹനത്തിൽ നിന്നും ക്യാമറമാൻ അജിത്തിനൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം. ഇനി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ KN ബാലഗോപാലിന്റെ പ്രതികരണത്തിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി 40 ദിവസത്തിലധികമായ പ്രചരണം നടന്നു കഴിയുമ്പോഴേക്കും വളരെ അനുകൂലമായ കൂടുതൽ അനുകൂലമായ സാഹചര്യമാണ്. നേരത്തെ തന്നെ കൊല്ലം ഇടതുപക്ഷത്തിന് അനുകൂലമായ മണ്ഡലമാണ്. പൊതുവിൽ ഏറ്റവും സജീവമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത്രയും ദിവസം കൂടി കിട്ടിയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം നമുക്ക് എതിരായി UDF വലിയ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എങ്കിൽ പോലും അവരുടെയും അതുപോലെ തന്നെ BJPയുടെ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റി. രാജ്കുമാർ, ഇടതുപക്ഷം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണോ? UDFന്റെ കോട്ട എങ്ങനെയാണ്? പാളയം എങ്ങനെയാണ്? വിശദാംശങ്ങൾ എന്തൊക്കെ? ഏറ്റവും ഒടുവിലത്തെ, അതായത് സാധാരണ കൂട്ടലും കിഴിക്കലും ഒക്കെ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. പക്ഷേ 3 മുന്നണികളും ഇപ്പോ ഇലക്ഷൻ ഇനി ഒരു ദിവസം മാത്രം അവശേഷിക്കെ 3 മുന്നണികളും അവരുടെ അസസ്മെന്റുകൾ
വിവിധ അവരുടെ മണ്ഡലം കമ്മിറ്റികൾ അതുപോലെ നിയോജക മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ മുഴുവനും നിരത്തി 3 മുന്നണികളും അവരുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള നേതാക്കന്മാർ മുഴുവനും അതിന്റെ ഒരു അസസ്മെന്റിലാണ് ഇപ്പോൾ അവർ ഉള്ളത്. അതേസമയം ഇന്ന് അവരുടെ ഒരു ശക്തി തെളിയിക്കുന്ന ഒരു വലിയ ഒരു പ്രകടനമാണ് ഇന്ന് കൊല്ലം ചിന്നക്കടയിൽ 3 മുന്നണികളും കാഴ്ചവെച്ചത്. ഇടതുമുന്നണി CPM-ന്റെ KN ബാലഗോപാൽ മത്സരിക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തകർ മുഴുവനും 4:30 തന്നെ ചിന്നക്കടയിലേക്ക് എത്തിച്ചേർന്നു. തൊട്ടു പിന്നാലെ BJP-യുടെ സ്ഥാനാർത്ഥി, അതിന് തൊട്ടു പിന്നാലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ തുടങ്ങിയവരെല്ലാം എത്തിയതോടെ അവിടെ ഒരു വലിയ ഒരു ജനാധിപത്യ ഉത്സവമായി അത് മാറുകയായിരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇതിന് നേതൃത്വം നൽകാനായി എത്തിയിരുന്നു. പോലീസും സംഘർഷം ഉണ്ടാകാതിരിക്കാൻ കരുതലോടുകൂടി പോലീസും സംയമനം പാലിച്ച് ഇവർക്കിടയിലെല്ലാം പോലീസിനെ വിന്യസിച്ചിരുന്നു. അതുകൊണ്ട് കൊല്ലത്ത് യാതൊരു സംഘർഷവും ഉണ്ടായില്ല. ഏതാണ്ട് 6 മണിയോടുകൂടി മുഴുവനും കൊട്ടിക്കലാശം സമാപിക്കുകയും അവരുടെ ശക്തി മുഴുവനും 3 മുന്നണികളും പ്രകടിപ്പിച്ച് മടങ്ങുകയും ചെയ്തു. അത് കരുനാഗപ്പള്ളിയിൽ ഇന്ന് സംഘർഷമുണ്ടായി. അമ്പലത്തിൽ നിന്നുകൊണ്ട് ഒരു BJP പ്രവർത്തകൻ ഇടതുമുന്നണി പ്രവർത്തകർക്ക് നേരെ കല്ലെറിഞ്ഞു. ആ കല്ലേറിനെ തുടർന്ന് തിരികെ കല്ലേറുണ്ടായി. തുടർന്ന് അതൊരു കൂട്ടസംഘർഷമായി മാറി. BJP UDF ഇടതുമുന്നണി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. തുടർന്ന് പോലീസ് അവിടെ ലാത്തി വീശുകയായിരുന്നു. BJP പ്രവർത്തകൻ ബിനീഷിനെ പോലീസ് ആ സ്ഥലത്തു നിന്ന് തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. 2 മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റു. രാഹുൽ എന്ന DYFI പ്രവർത്തകന്റെ നില ഗുരുതരമാണ്. രാഹുലിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ നിരവധി വാഹനങ്ങളും തകർത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് ഇതിന്റെ കൂടുതൽ പ്രതികളെ പിടികൂടാനുള്ള തയ്യാറെടുപ്പിലാണ്. CCTV ക്യാമറ കരുനാഗപ്പള്ളിയിലെ ടൗണിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇതിൽ ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കുന്നതിനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇത് സംബന്ധിച്ച് പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. ശരി രാജ്കുമാർ, വിശദാംശങ്ങൾ വ്യക്തമാണ്. ഇനി പത്തനംതിട്ടയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ പ്രതികരണം കൂടി കേൾക്കാം. വാക്ക് മാത്രമല്ല പ്രവർത്തിക്കും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ തിരിച്ചെത്തുന്നവർക്ക് ജോലി സാധ്യതകൾ, തൊഴിൽ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 10 വർഷക്കാലം വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും വെല്ലുവിളികളും നേരിട്ട ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ. ഇപ്പോൾ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ ഒരു പാർലമെന്റ് അംഗം എന്നുള്ള രീതിയിൽ കേന്ദ്രത്തിന്റെ നയപരമായ തീരുമാനങ്ങൾ എടുപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ സമ്മർദ്ദം ചെലുത്തി നമ്മുടെ ഫണ്ടുകൾ കണ്ടെത്തി ഇവിടെ വികസനം സാധ്യമാക്കുക എന്നുള്ള ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൗത്യം ഇടതുപക്ഷം ഏറ്റെടുക്കുകയാണ്. ഗീവർഗീസ് ചേരുന്നുണ്ട് ഞങ്ങളുടെ പ്രതിനിധി. ഗീവർഗീസ്, എങ്ങനെയാണ് പത്തനംതിട്ടയിലെ ഒരു പൊതുചിത്രം? ഇടതുപക്ഷം നല്ല ആത്മവിശ്വാസത്തിലാണോ? ഒപ്പം NDAയും നിലവിലെ സിറ്റിംഗ് MP-യുടെയും ഒക്കെ ആത്മവിശ്വാസം ഏത് നിലയിലാണ് ഈ ഘട്ടത്തിൽ? പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കലാശക്കൂട്ട് തന്നെ ആവേശഭരിതമായിരുന്നു. പഞ്ചായത്ത്, നഗരസഭാ കേന്ദ്രങ്ങളിലായിരുന്നു പ്രധാന കൊട്ടിക്കലാശ പരിപാടികൾ നടന്നത്. കൊടിത്തോരണങ്ങൾ കൊണ്ടറിയിച്ച വാഹനങ്ങളിൽ കട്ടൌട്ടും കൊടി ഉയർത്തിപ്പിടിച്ച് അനൗൺസ്മെന്റും പാട്ടുമായാണ് ഓരോ പാർട്ടികളുടെ പ്രവർത്തകർ നഗര പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ഒത്തുകൂടിയത്. മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ K സുരേന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിലും UDF സ്ഥാനാർത്ഥിയായ ആന്റണി പൊൻകുന്തും പിന്നീട് പത്തനംതിട്ടയിലും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുകയുണ്ടായി. LDF സ്ഥാനാർത്ഥിയായ വീണ ജോർജ് പത്തനംതിട്ട നഗരത്തിൽ നടന്ന അബാൻ ജംഗ്ഷനിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നു പത്തനംതിട്ട എന്ന് തന്നെയാണ്. അബാൻ ജംഗ്ഷൻ കംപ്ലീറ്റ് ചുവപ്പ് കടലായിരുന്നു എന്ന് തന്നെ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട പര്യടനത്തിൽ മുതൽ തന്നെ വീണ ജോർജിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 3ാം ഘട്ട പര്യടനത്തിലും അത് തന്നെ ലഭിക്കുന്നു. ഇന്ന് നടന്ന റോഡ് ഷോയിലും ഇതിനുശേഷം നടന്ന കൊട്ടിക്കലാശത്തിലും വീണ ജോർജ് സ്വീകാര്യത തന്നെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം തന്നെ നടക്കുമെന്ന് തന്നെ വ്യക്തമാണ്. അതിനാൽ ഒരു സംശയം കൂടാതെ തന്നെ പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം ഇടതുപക്ഷത്തിനാണ്. വീണ ജോർജ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വിജയിച്ച് പത്തനംതിട്ട മണ്ഡലത്തിൽ കയറുമെന്ന് തന്നെയാണ് പൊതുവെ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ തിരുവല്ലയിൽ BJP പ്രവർത്തകർ CPM പ്രവർത്തകരെ ആക്രമിക്കുകയുണ്ടായി. ഇവിടെ നടന്ന കൊട്ടിക്കലാശത്തിനിടെയായിരുന്നു കല്ലേറുണ്ടായത്. 30ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടുമെന്നാണ് വിവരം. അതോടൊപ്പം തന്നെ CPM നേതാവായ അഡ്വക്കേറ്റ് സനൽകുമാറിന്റെ കാറിന് തകരാറുണ്ടായിട്ടുണ്ട്. 2 ഓട്ടോറിക്ഷയും BJP പ്രവർത്തകർ തകർത്തിട്ടുണ്ട്. ആനന്ദ്. ശരി ഗീവർഗീസ്, വിശദാംശങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലെ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി AM ആരിഫിന്റെ പ്രതികരണം കൂടി കേൾക്കാം. വളരെ ആവേശനിർഭരമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും കാണുന്നത്. വഴിയോരങ്ങളിലെല്ലാം ഇപ്പോൾ 3-4 തവണ കണ്ട ആൾക്കാർ പോലും ആവേശപൂർവ്വം വരികയാണ് വീണ്ടും സ്വീകരിക്കാൻ. ഇത് പ്രഖ്യാപിക്കുകയാണ് നല്ല ഭൂരിപക്ഷത്തിൽ. നമ്മൾ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VS പറഞ്ഞതുപോലെ 1 ലക്ഷത്തിൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പാണ്. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, നല്ല തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണോ AM ആരിഫ്? എന്തൊക്കെയാണ് UDFന്റെ പാളയത്തിലെ ആശങ്കകൾ, മറ്റ് വിശദാംശങ്ങൾ? LDF സ്ഥാനാർത്ഥി വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ തന്റെ കുട്ടിക്കലാശത്തിന്റെ തുടക്കം മുതൽ തന്നെ വളരെയധികം പ്രവർത്തകരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ആരിഫ് തന്റെ കുട്ടിക്കലാശം അവസാനിപ്പിച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മണ്ഡല പര്യടനത്തിലൊക്കെ തന്നെ വളരെയധികം ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇത്തരത്തിലുള്ള ഒരു ആവേശകരമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് കഴിഞ്ഞ 2-3 തവണയായിട്ട് അരൂർ മണ്ഡലത്തെ പ്രതിദാനം ചെയ്ത് വിജയിച്ച ആരിഫിനുള്ളത്. അദ്ദേഹത്തിന് തികച്ചും ബോധ്യപ്പെട്ടു ആലപ്പുഴ മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ UDF ക്യാമ്പ് ഇടയ്ക്ക് ചില ഘട്ടങ്ങളിൽ ചില ഷാനിമോൾ ഉസ്മാന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊരു ആവേശം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവസാനം വരെ അത് നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്തായാലും കൊട്ടിക്കലാശത്തിൽ UDF പൂർണ്ണമായിട്ടും തകരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം അതിനിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം കൊട്ടിക്കലാശം UDF നിശ്ചയിച്ചിരുന്ന വേദി അത്രത്തോളം ജനങ്ങൾക്ക് സൗകര്യപ്രദമായിരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെയുണ്ട്. ഇത്തരത്തിൽ ഇരുപക്ഷവും തമ്മിലുള്ളൊരു വാക്കുതർക്കം ഉണ്ടായി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്കലാശത്തിൽ പൂർണ്ണമായിട്ടും പ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടും കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പങ്കുവയ്ക്കുന്നു. ശരി ഷാജഹാൻ, ഏതായാലും കൊട്ടിക്കലാശത്തിന്റെ ആവേശം അങ്ങേയറ്റം കൊടുമുടിയിലെത്തുന്ന നിലയിൽ തന്നെയായിരുന്നു ആലപ്പുഴയിലെയും പ്രചരണം. അതിന്റെ കലാശക്കൊട്ട് എന്ന് വ്യക്തമാണ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ വാക്കുകൾ കൂടി കേൾക്കാം. കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വിജയം വളരെ സുനിശ്ചിതമാണെന്ന് പ്രഖ്യാപിക്കുന്ന ആവേശകരമായ അനുഭവമാണ് എങ്ങും എവിടെയും നിഴലിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 7 നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ നടത്തി വന്ന പ്രചരണത്തിൽ എവിടെയും കാണാൻ എല്ലാ മുക്കിനും മൂലയും ഞങ്ങൾ പോയിരുന്നു. ഇപ്പോൾ എങ്ങും ആവേശകരമായ പ്രതികരണങ്ങളാണ് പൊതുവിലുള്ളത്. വിജയപ്രതീക്ഷ 100%, ഒരു സംശയവും വേണ്ട. എല്ലാ ഘടകങ്ങളും ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ചരിത്ര വിജയം കോട്ടയം നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കോട്ടയം മണ്ഡലത്തിലെ LDF, UDF, NDA മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ അണിനിരന്ന കുട്ടിക്കലാശം തിരുനക്കരയിലായിരുന്നു. മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന പ്രകടനങ്ങളും റോഡ് ഷോകളും സമാധാനപരമായിരുന്നു, ആവേശകരമായിരുന്നു. 1 മാസത്തിലേറെ രാവും പകലും തുടർന്നു വന്ന പ്രചരണ പ്രവർത്തനങ്ങൾ പോസ്റ്റർ ഒട്ടിച്ചും തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞും സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിയ പ്രവർത്തകരെല്ലാവരും തിരുനക്കരയിലേക്ക് ഒഴുകിയെത്തി. ആവേശം പൊടിപാറിച്ച കലാശക്കൊട്ടാണ് കോട്ടയം മണ്ഡലത്തിൽ നടന്നത്. UDF പ്രവർത്തകർ കളക്ടറേറ്റിൽ നിന്ന് പ്രകടനമായി തിരുനക്കരയിൽ സംഘടിക്കുമെന്ന് അറിയിച്ചെങ്കിലും പ്രചരണ വാഹനത്തിലെത്തിയ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും നേതാക്കളും അതുവഴി കൈവീശി കടന്നുപോയി. അതിനിടെ 5:30 NDA സ്ഥാനാർത്ഥി PC തോമസും പ്രവർത്തകരും ആഘോഷം അവസാനിപ്പിച്ചു. ആവേശം വാനോളമുയർത്തി നഗരത്തിൽ ചെങ്കടൽ തീർത്തായിരുന്നു ഇടതു പ്രവർത്തകരുടെ ആഘോഷം. സ്ഥാനാർത്ഥി VN വാസവൻ എത്തിയപ്പോൾ ആവേശം ഇരട്ടിയായി. 5:50 പരസ്യപ്രചരണം അവസാനിപ്പിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവനും പ്രവർത്തകരും മടങ്ങി. ഇനി നിശബ്ദ പ്രചരണത്തിലേക്ക്. ആവേശം ആഘോഷമായി, അത് അലകടലായി മാറി. അക്ഷരനഗരിയിൽ നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരോടൊപ്പം TP പ്രശാന്ത്, കൈരളി ന്യൂസ്. ഇനി ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രതികരണം കേൾക്കാം. നിങ്ങൾ ഇടുക്കിക്കാരുടെ മുമ്പിലാണ് അപവാദ പ്രചരണം നടത്തുന്നത്. നിങ്ങൾ ഇടുക്കിയിലെ ജനങ്ങളുടെ മുമ്പിലാണ് എന്നെ വ്യക്തിഹത്യ നടത്തുന്നത്. ഇടുക്കിയിലെ എന്റെ പ്രിയപ്പെട്ട ജനത്തിന്റെ മുമ്പിലാണ് ജോയ്സ് ജോർജ് മറുപടി പറയാത്തത്. എനിക്ക് ഇടുക്കിക്കാരെ വിശ്വാസമായതുകൊണ്ടാണ്. നിങ്ങൾ ഇടുക്കിക്കാർ, ഇടുക്കിയിലെ ജനങ്ങൾ എന്നെ ചതിക്കില്ല, എന്നെ വഞ്ചിക്കില്ല എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P രാജീവിന്റെ പ്രതികരണം കേൾക്കാം. ഞാൻ കൂടുതൽ വിനയമുള്ളവനായി മാറും. ജനങ്ങളിൽ നിന്ന് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. അവരുടെ നൽകുന്ന പാഠങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കും. എന്നിൽ എത്രമാത്രം അവർ വിശ്വാസം അർപ്പിക്കുന്നു അതിന് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല.
ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ എന്നോടൊപ്പം വരുന്നുണ്ട്, മുന്നണിക്കൊപ്പം വരുന്നുണ്ട്. അത് ഇത്തരം സമീപനം സ്വീകരിച്ചതിന്റെ ഒരു ഭാഗമായിട്ടാണ്. ഇനിയുള്ള പ്രവർത്തനങ്ങളിലും കുറെ കൂടി വിനയമുള്ളവനായി കുറെ കൂടി ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമിക്കുന്നു. സിബി ജോസഫ് ചേരുന്നു വിശദാംശങ്ങളുമായി. സിബി, എന്തൊക്കെയാണ് പി രാജീവ് പങ്കുവയ്ക്കുന്ന ആത്മവിശ്വാസം? ഇടതുപക്ഷം നല്ല ആത്മവിശ്വാസത്തിലാണോ? UDFന്റെ സ്ഥിതി എങ്ങനെയാണ്? മറ്റു പ്രവർത്തകരുടെ മാനസികാവസ്ഥ എന്തൊക്കെയാണ്? ആനന്ദ്, LDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഉള്ളത്. കാരണം പി രാജീവിനെ പോലെ സമർത്ഥനായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും ഭാഗ്യമെന്നാണ് വോട്ടർമാർ പറയുന്നത്. എന്തായാലും ആദ്യഘട്ട പ്രചരണത്തിൽ തന്നെ ഇറങ്ങിയ അന്ന് മുതൽ തന്നെ പി രാജുവിന് വലിയ ആവേശമായിരുന്നു സ്വീകരണ കേന്ദ്രം എങ്ങും ലഭിച്ചിരുന്നത്. ആ ആവേശം ഈ സമാപന ദിവസം വരെ ഒരേപോലെ ട്രെൻഡ് കൂടി നിന്നു. അല്ലെങ്കിൽ കൂടുതൽ അണികൾ ഒത്തുവന്നിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ പേർ ഈ രാജീവിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തി എന്നുള്ളതാണ് ഏറ്റവും ആവേശകരം. എന്തായാലും കുട്ടിക്കലാശത്തിന് എറണാകുളം പാലായുട്ടത്തിൽ വെച്ച് കുട്ടിക്കലാശത്തിന് വലിയ ചെങ്കടലായി മാറ്റിക്കൊണ്ടാണ് വലിയ ഒരു ആവേശത്തോടെയാണ്, ആവേശോജ്ജലമായ ഒരു സ്വീകരണത്തിലൂടെയാണ് ഈ കുട്ടിക്കലാശം സമാപിച്ചത്. ഇന്ന് ഈ മണ്ഡലത്തിൽ ഉടനീളം അല്ലെങ്കിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉടനീളം റോഡ് ഷോ നടത്തിയാണ് ഈ പ്രചാരണത്തിന് കുട്ടിക്കലാശത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചെത്തിയിരുന്നു. വിശദാംശങ്ങൾ വ്യക്തമാണ്. എറണാകുളത്തും ആവേശകരമായ കുട്ടിക്കലാശമാണ് ഉണ്ടായതെന്നാണ് സിബി ജോസഫ് നൽകുന്ന വിശദാംശങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ ചാലക്കുടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ പ്രതികരണം കേൾക്കാം. പണ്ട് പറഞ്ഞ പോലെ ഈ സിനിമാ നടൻ എന്തറിയാം എന്നുള്ള ചോദ്യം ഇവർ ചോദിക്കും. ഇനി അതിൻ്റെ ഒരു വാശിയാണ് ഞാൻ തീർത്തത്. ഈ പറഞ്ഞതുപോലെ ഇത്രയും പൈസ നമുക്ക് കിട്ടിയതൊക്കെ അടുത്തതും ഇനി പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ കുടിവെള്ളവും വെളിച്ചവും കൂടി വരും. പ്രവർത്തകരിൽ ആവേശം ഉച്ചസ്ഥായിയിലായി ആക്കിക്കൊണ്ടായിരുന്നു ചാലക്കുടിയിൽ പ്രചരണം കൊട്ടിക്കലാശത്തിൽ എത്തിയത്. ഇടതു സ്ഥാനാർത്ഥി ഇന്നസെന്റും UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനും ചാലക്കുടി നഗരത്തിലെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. അതേസമയം ആലുവയിലായിരുന്നു NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണന്റെ കൊട്ടിക്കലാശം. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി രാജാജി മാത്യൂസ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അതേ രാഷ്ട്രീയം തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് വർഗീയതയ്ക്ക് തടയിടാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് നിർണായകമായ വിജയം ഉറപ്പുവരുത്തണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭ്യർത്ഥന. അത് ജനങ്ങൾ ഉൾക്കൊണ്ട അഭ്യർത്ഥനയാണ്. അതിനപ്പുറത്തേക്ക് അതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊന്നുമില്ല. ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും നിലനിന്നാൽ മാത്രമേ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാനാകൂ, നിലനിൽക്കാനാവൂ. ഇനി ആലത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PK ബിജുവിന്റെ പ്രതികരണം കേൾക്കാം. തീർച്ചയായിട്ടും ആലത്തൂരിലെ ജനം ഇടതുപക്ഷത്തിനൊപ്പമാണ് 2 തവണയും നിലയുറപ്പിച്ചത്. ഓരോ വർഷവും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ വിജയം ഇവിടെ ഉറപ്പിച്ചത്. അതിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റമുണ്ടാവില്ല. മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷത്തിന്റെ വിജയം ഈ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടാവും. MP രാജേഷിന്റെ പ്രതികരണം കൂടി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കണോ വേണ്ടോ എന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചത്.
അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ മോദി ഗവൺമെന്റിനെ പുറത്താക്കിയേ തീരൂ. മോദി ഗവൺമെന്റിനെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കിയൊരു പകരം മതനിരപേക്ഷ ഗവൺമെന്റ് വരണമെങ്കിൽ ഇടതുപക്ഷത്തിന് നിർണായക സ്വാധീനം പാർലമെന്റിലുണ്ടാവണം. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ അനുഭവം. പൊന്നാനിയിൽ PV അൻവറിന്റെ വാക്കുകൾ കൂടി. ഇവിടെ മഞ്ചേരി ആവർത്തിക്കും. മഞ്ചേരിയിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം എടുത്ത പല നിലപാടുകളോടും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. ആ എതിർപ്പ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണ്. ലീഗിന്റെ നേതൃത്വത്തിനോട് ശക്തമായ എതിർപ്പുള്ള ഒട്ടനവധി ലീഗുകാരുണ്ട്. അവർ സ്വാഭാവികമായും ആ ലീഗ് നേതൃത്വത്തിന്റെ ധിക്കാരത്തിനെതിരെ ഇവിടെ വോട്ട് ചെയ്യുമെന്ന് തർക്കമില്ല. അവർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വർഗീയതക്കെതിരെ പോരാടുന്ന ഇടതുപക്ഷത്തിനും CPM-നാണ്. ആ വോട്ട് നമ്മൾക്ക് വരാതെ എവിടെ പോകാനാണ്? മലപ്പുറത്ത് നിന്ന് VP സാനുവിന്റെ പ്രതികരണം കേൾക്കാം. അപ്പൊ ഭൂരിപക്ഷം എത്ര എതിരാളിക്കുണ്ട്, മറ്റുള്ളവരുടെ ഭൂരിപക്ഷം എത്ര ഉണ്ട് എന്നുള്ള പ്രശ്നമല്ല. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ അതിനെല്ലാം മറികടക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോഴാണ് ഏറ്റവും നല്ല സംവിധാനമുള്ള സംഘടനാ സംവിധാനമുള്ള എൻ്റെ പാർട്ടിയും ഇടതുപക്ഷവും ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി ജനങ്ങൾക്ക് അറിയാവുന്ന പാർട്ടിയും പ്രവർത്തകരും എല്ലാ മേഖലയിലും പരിചയ സമ്പത്തുള്ള ആളുകളുണ്ട് എന്നുള്ള നിലക്ക് അത് വളരെ ഈസിയായി എത്ര വലിയ ഭൂരിപക്ഷവും കൃത്യമായ പ്രചരണം കൊണ്ട് ചിട്ടയായ പ്രവർത്തനം കൊണ്ട് മുന്നോട്ട് പോയാൽ മറികടക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായും ഇത്തവണ തെളിയിക്കും. മുമ്പ് പലപ്പോഴും മലപ്പുറത്ത് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിന്റെ പ്രതികരണം കേൾക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ വോട്ടർമാരോടും, എല്ലാ മതേതരവാദികളും മനുഷ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത് ഇത്തവണത്തെ അവരുടെ മതനിരപേക്ഷതയ്ക്കുള്ള വോട്ട് പാഴായി പോകാതിരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചെയ്യണം. മറ്റെവിടെയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെത്ര നാൾ ആ മതേതര ചേരി നിൽക്കുമെന്ന് ഉറപ്പില്ലാത്തവരാണ് ഇവിടെ മത്സരിക്കും. ഒന്ന് വർഗീയ പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിൽ മറ്റുള്ളവർ മതേതര ചേരി നിൽക്കുമെന്നൊരു ഉറപ്പില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് മതേതരവാദികളായിട്ടുള്ള എല്ലാ ആളുകളുടെയും വോട്ട്, കേന്ദ്രത്തിലൊരു ശക്തമായ സെക്യുലർ ഗവൺമെൻറ്, മതേതര ഗവൺമെൻറ് വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചെയ്യണം എന്നതാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. കോഴിക്കോട്ടെ ഗ്രാമപ്രദേശങ്ങളെയും നഗരത്തെയും ആവേശഭരിതമാക്കി മുന്നണികളുടെ റോഡ് ഷോകളും കലാശക്കൊട്ടും. രാവിലെ മുതൽ നടന്ന റോഡ് ഷോകളുടെ അവസാനം പാളയം ജംഗ്ഷനിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ അക്ഷരാർത്ഥത്തിൽ ശക്തി പ്രകടനമായി മാറുകയായിരുന്നു. വാശിയേറിയ ശക്തിപ്രകടനം തന്നെയായിരുന്നു കോഴിക്കോട്ടെ കലാശക്കൊട്ട്. കഴിഞ്ഞ ഒരു മാസത്തെ ബൂത്തുതല പര്യടനങ്ങൾ, കുടുംബയോഗങ്ങൾ, സ്ഥാനാർത്ഥി പൊതുയോഗങ്ങൾ എന്നിവ കഴിഞ്ഞ് പരസ്യപ്രചാരണത്തിന്റെ കലാശക്കൊട്ട് ബാൻഡ് മേളങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും ബൈക്ക് റാലികളുടെയും പ്രവാഹമായി. കോഴിക്കോട് പാളയം റോഡ് കേന്ദ്രീകരിച്ചാണ് മൂന്ന് മുന്നണികളും കലാശക്കൊട്ട് നടത്തിയത്. ഇത്തവണ മണ്ഡലം പിടിച്ചടക്കുമെന്ന ശക്തിപ്രകടനം തന്നെയായിരുന്നു ഇടതുപക്ഷത്തിലെ കലാശക്കൊട്ട്. കോഴിക്കോട്ടെ മതേതര മനസ്സ് വികസനം നടപ്പിലാക്കാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് A. പ്രദീപ് കുമാർ പറഞ്ഞു. മതേതരത്വത്തിനുള്ള വോട്ട് പാഴായി പോകാതിരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചെയ്യുക. കേന്ദ്രത്തിൽ എന്തു വന്നാലും ഈ തെരഞ്ഞെടുപ്പോടുകൂടെ BJP-യുടെ വർഗീയ ഭരണത്തിന് വിരാമമിട്ടുകൊണ്ടൊരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരും. മണ്ഡലത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ബാൻഡ് വാദ്യങ്ങളും ബൈക്ക് റാലികളുമായി എത്തിയ പ്രവർത്തകരുടെ ആവേശം ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പിക്കുന്നതായിരുന്നു. വയനാട്ടിൽ നിന്ന് PP സുനീറിന്റെ പ്രതികരണം കൂടി കേൾക്കാം. LDF-ന്റെ ബൂത്ത് തലം തൊട്ടുള്ള മണ്ഡല നിലവാരത്തിലുള്ള എല്ലാ പരിപാടികളിലും ഓരോന്നിലും കഴിഞ്ഞ കാലങ്ങളിലൊന്നും വ്യത്യസ്തമായി അമ്പിച്ച ജനപ്രാതിനിധ്യം പങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. ആവേശകരമായ രീതിയിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ തന്നെ ഇതൊരു യുദ്ധമായി, ഇത് രാഷ്ട്രീയ പോരാട്ടമായി, നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമായി ദേശീയാടിസ്ഥാനത്തിൽ ഇങ്ങനൊരു മത്സരം സംഘടിപ്പിച്ച കോൺഗ്രസിനോടുള്ള പ്രതിഷേധം അത് പ്രവർത്തനത്തിലൂടെ തന്നെ കാണിക്കാൻ പ്രവർത്തകർ വലിയ ആവേശം കാണിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ആവേശത്തിലാണ് ഇവിടുത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ. ഇത്തരമൊരു നിലപാടെടുത്ത കോൺഗ്രസിനോട് ജനാധിപത്യപരമായ രീതിയിൽ തന്നെ പ്രതികരിക്കണമെന്നുള്ള ഒരു വാശി
ആ ഒരു താല്പര്യം സാധാരണക്കാരായ വോട്ടർമാരും ഈ മണ്ഡലത്തിൽ വമ്പിച്ച രീതിയിൽ കാണിച്ചു വരുന്നുണ്ട്. അതൊക്കെ വലിയ പ്രതീക്ഷയാണ് LDF. വടകരയിൽ നിന്ന് പി ജയരാജന്റെ പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. ഇത്തവണ വടകര മണ്ഡലം LDF തിരിച്ചുപിടിക്കും എന്നാണ്. ഈ പ്രചാരണത്തിന്റെ അവസാന നിമിഷത്തിൽ ഇവിടെ കൂടിയിട്ടുള്ള ജനങ്ങളെ സാക്ഷിയാക്കി ഞാൻ ഒരു കാര്യം കൂടി പ്രഖ്യാപിക്കുന്നു. ഏപ്രിൽ 23-ാം തീയതി പോളിംഗ് നടന്ന് മെയ് 23-ാം തീയതി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ചരിത്ര ഭൂരിപക്ഷം ഇവിടുത്തെ LDF-ന്. കണ്ണൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PK ശ്രീമതിയുടെ പ്രതികരണം കേൾക്കാം. ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ എല്ലാ ഘട്ടത്തിലും ഈ ഒരു മേധാവിത്വം നിലനിർത്താൻ കഴിയുന്നു. തീർച്ചയായിട്ടും പ്രചരണത്തിന്റെ ആരംഭം മുതൽക്ക് ഈ നിമിഷം വരെയും കണ്ണൂർ മണ്ഡലത്തിൽ LDF എന്ന് പറയുന്ന ഈ മഹൽ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗ്രാമങ്ങളിലത്, പട്ടണങ്ങളിലത്, ഏറ്റവും മലയോര മേഖലയിലത്, എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് ജനങ്ങൾ ഞങ്ങളുടെ എല്ലാ പരിപാടിയിലും അണിനിരന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഏറെ സന്തോഷകരമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ KP സതീഷ് ചന്ദ്രന്റെ പ്രതികരണം കേൾക്കാം. നല്ല ജനപിന്തുണയാണ് LDF-ന് കാസർഗോഡ് മണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലങ്ങളും വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു. LDF മാത്രമല്ല, LDF-ന് പുറത്തുള്ള മതേതര ജനാധിപത്യ വിശ്വാസികളും നമ്മുടെ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന നിഷ്പക്ഷ മതികൾ ഉൾപ്പെടെ LDF-നെ പിന്താങ്ങുന്ന രാഷ്ട്രീയ സഭയാണ്. ചില മാധ്യമങ്ങളുടെ പെയ്ഡ് സർവേയാണ്. ആ സർവേക്ക് ഒരു റീസർവേ മെയ് 21 വോട്ടെണ്ണം വരും. ആ റീസർവേ LDF-ന് അനുകൂലമായിരിക്കും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പൊതുപ്രചരണത്തിന് സമാപനം കുറിച്ച് മുന്നണികൾ വൻ ബഹുജന റാലികൾ സംഘടിപ്പിച്ചു. 7 നിയമസഭാ മണ്ഡലങ്ങളിലും വൻ ജനപങ്കാളിത്തത്തോടെ റോഡ് ഷോ സംഘടിപ്പിച്ച് LDF പ്രചരണത്തിൽ മേൽക്കൈ നേടി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിനെന്ന് കൊടിതാഴുമ്പോൾ തുടക്കം മുതൽ നേടിയെടുത്ത ആധിപത്യം നിലനിർത്താൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തിലാണ് LDF പ്രവർത്തകർ. ചില മാധ്യമങ്ങളുടെ പ്രീപോൾ സർവേകൾ അപ്രസക്തമാക്കുകയാണ് LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ. എന്നാൽ വിജയപ്രതീക്ഷ കൈവിടുന്നില്ല UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രിക്കുണ്ടാറും. 3 വട്ടം പൊതുപ്രചാരണം പൂർത്തിയാക്കിയ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഇത്തവണ LDF-ന് റെക്കോർഡ് ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല ജനപിന്തുണയാണ് LDF-ന് കാസർഗോഡ് മണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലങ്ങളും വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു. LDF മാത്രമല്ല, LDF-ന് പുറത്തുള്ള മതേതര ജനാധിപത്യ വിശ്വാസികളും നമ്മുടെ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന നിഷ്പക്ഷ മതികൾ ഉൾപ്പെടെ LDF-നെ പിന്താങ്ങുന്ന രാഷ്ട്രീയ സഭയാണ്. ചില മാധ്യമങ്ങളുടെ പെയ്ഡ് സർവേയാണ്. ആ സർവേക്ക് ഒരു റീസർവേ മെയ് 21 വോട്ടെണ്ണം വരും. ആ റീസർവേ LDF-ന് അനുകൂലമായിരിക്കും. വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ തേടുന്ന പ്രവർത്തനത്തിലാണ് ഇപ്പോഴും KP സതീഷ് ചന്ദ്രൻ. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇന്ന് സമാപനമാകുന്നത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ള മുൻനിര നേതാക്കൾ പങ്കെടുത്ത വൻ ജനപങ്കാളിത്തമുള്ള LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ ശ്രദ്ധേയമായി. അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനമാണ് LDF-ന് ഈ നേട്ടം കൈവരിക്കാൻ അവസരമൊരുക്കിയത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും ഏറെ ആത്മവിശ്വാസത്തിലാണ്. അടിയൊഴുക്കുകൾ തനിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്നാൽ NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രികുണ്ടാർ വിജയം അവകാശപ്പെടുന്നുവെങ്കിലും മണ്ഡലത്തിൽ നിലവിലുള്ള വോട്ട് വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ശക്തമായ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മണ്ഡലമാണ് കാസർഗോഡ്. അതാണ് അതിന്റെ പാരമ്പര്യവും. ഈ ചരിത്ര പശ്ചാത്തലം തന്നെയാണ് KP സതീഷ് ചന്ദ്രന്റെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയും. ക്യാമറാമാൻ ഷൈജു ബിലാത്രിക്കൊപ്പം സണ്ണി ജോസഫ്. വടകരയിലും കൊട്ടിക്കലാശം ആവേശത്തിന്റെ കൊടുമുടിയിലെത്തി. കഴിഞ്ഞ 1.5 മാസമായി നടത്തുന്ന ആവേശകരമായ പ്രചരണ പ്രവർത്തനങ്ങളുടെ വീറും വാശിയുമെല്ലാം കൊട്ടിക്കലാശത്തിൽ പ്രകടമായി. ഒന്നര മാസമായി നടക്കുന്ന ആവേശകരമായ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വീറും വാശിയുമെല്ലാം കൊട്ടിക്കലാശത്തിൽ പ്രകടമായി. രാവിലെ തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച P ജയരാജന്റെ റോഡ് ഷോ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ജനങ്ങളെ ആവേശഭരിതരാക്കി. ആയിരക്കണക്കിന് യുവജനങ്ങൾ ഇരുചക്ര വാഹനങ്ങളിൽ പ്രിയ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു.
വൈകിട്ട് 3 മണിയോടെ LDF പ്രവർത്തകർ പഴയ സ്റ്റാൻഡ് പരിസരത്തേക്ക് അലയടിച്ചെത്താൻ തുടങ്ങി. 5 മണിയോടെ ജനസാഗരമായി. മുദ്രാവാക്യം വിളിയും ബാൻമേളങ്ങളും. 5:30 സ്ഥാനാർത്ഥി P ജയരാജന്റെ മാസ് എൻട്രി. പ്രവർത്തകരുടെ ആവേശം കൊടുമുടിയിലെത്തി. ഈ പ്രചാരണത്തിന്റെ അവസാന നിമിഷത്തിൽ ഇവിടെ കൂടിയിട്ടുള്ള ജനങ്ങളെ സാക്ഷിയാക്കി ഞാൻ ഒരു കാര്യം കൂടി പ്രഖ്യാപിക്കുന്നു. ഏപ്രിൽ 23-ാം തീയതി പോളിംഗ് നടന്ന് മെയ് 23-ാം തീയതി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ചരിത്ര ഭൂരിപക്ഷം ഇവിടുത്തെ LDF-ന് വടകരയിൽ P ജയരാജന്റെ വിജയം ഉറക്കെ പ്രഖ്യാപിച്ചാണ് 10,000 കൊട്ടിക്കലാശത്തിൽ അണിചേർന്നത്. കടത്തനാടൻ മണ്ണ് അക്ഷരാർത്ഥത്തിൽ ചുവന്നു തൊടുത്തു. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ.